ജോർജ് സോറോസിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി ഇലോൺ മസ്ക്. 2025 പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ജേതാക്കളെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചത് ശനിയാഴ്ചയായിരുന്നു. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ സ്ഥാപകൻ കൂടിയായ ജോർജ് സോറോസിന് മെഡൽ ഓഫ് ഫ്രീഡം നൽകിയിരിക്കുന്നത് എന്നായിരുന്നു വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നത്. കലാരംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും സംഭാവനകൾ പരിഗണിച്ച് 19 പേർക്കാണ് ഇത്തവണ മെഡൽ ഓഫ് ഫ്രീഡം പ്രഖ്യാപിച്ചത്. മുൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഹിലരി ക്ലിന്റൺ, ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി, നടനായ ഡെൻസൽ വാഷിംഗ്ടൺ എന്നിവരും ഇക്കുറി പുരസ്കാരത്തിന് അർഹരായി. എന്നാൽ പുരസ്കാരം ജോർജ് സോറോസിന് നൽകിയതിനു വിവിധ കോണുകളിൽ നിന്ന് ജോ ബൈഡൻ വിമർശന ശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ശതകോടീശ്വരനായ നിക്ഷേപകനാണ് ജോർജ് സോറോസ്. വിവാദങ്ങൾക്കിടെ സോറോസിന്റെ പേര് ഇടയ്ക്ക് ഉയർന്നു കേൾക്കാറുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടി പ്രവർത്തകരുടെ വിമർശനങ്ങൾക്കും ജോർജ് സോറോസ് വിധേയരായിട്ടുണ്ട്. ജോർജ് സോറോസ് രാഷ്ട്രീയ ക്യാമ്പയിനുകൾക്ക് ഫണ്ട് നൽകുന്നത് ജനാധിപത്യത്തിന്റെ ശക്തി ചോർത്തുന്നു എന്നാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. അതേസമയം 2023 ജനുവരിയിൽ US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിൻഡൻബർഗ് റിസർച്ച് എന്ന ധനകാര്യ സ്ഥാപനം അദാനിക്കെതിരെ ഒരുപിടി ആരോപണമുയർത്തി ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു. ഓഹരി വില ഊതിപ്പെരുപ്പിച്ചു കാണിക്കുന്നു, അക്കൗണ്ടിൽ കൃത്രിമം കാട്ടി ലാഭം പെരുപ്പിച്ചു കാണിക്കുന്നു, വിദേശത്തെ കടലാസ് കമ്പനികൾ വഴി ഇന്ത്യയിലേക്ക് പണം കടത്തുന്നു തുടങ്ങി ഒട്ടനവധി ഗുരുതരമായ ആരോപണങ്ങൾ. ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തിറക്കിയ ആരോപണങ്ങൾക്ക് പിന്നാലെ ജോർജ് സോറോസ് ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിൽ അദാനി അവരുടെ കമ്പനികളുടെ ഓഹരി വില യഥാർത്ഥ വിലയേക്കാൾ പെരുപ്പിച്ചു കാണിക്കുന്നുവെന്നും നരേന്ദ്രമോദി ജനാധിപത്യവാദി അല്ലെന്നും അദാനി പ്രശ്നത്തിലൂടെ വീണ്ടും ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. അതേസമയം ജോർജ് സോറോസും ഗാന്ധി കുടുംബവും തമ്മിലുള്ള ബന്ധം നെഹ്റുവിന്റെ കാലത്തെ തുടങ്ങിയതായിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയെ വീരനായകനായി അവതരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഭാരത് ജോഡോ യാത്ര ആസൂത്രണം ചെയ്തത് തന്നെ ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന സംഘടന ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഒരു ചിട്ടി തുടങ്ങണമായിരുന്നു. എനിക്കൊരു ബൈക്ക് വേണം. അതിവിടെ കിട്ടുമെന്ന് ആരാ പറഞ്ഞേ? സച്ചു പറഞ്ഞല്ലേ ഇവിടെ ചിട്ടി തുടങ്ങിയ ബൈക്ക് കിട്ടുമെന്ന്. അതിനു മുൻ ലൈസൻസ് ഒക്കെ ഉണ്ടോ? എനിക്കല്ല, അച്ഛനാ. ഇപ്പൊ എന്റെ അടുത്ത് ഇത്രയുണ്ട്. അച്ഛന് ബൈക്ക് വാങ്ങാൻ വന്നതാ മോൻ. ഇത്തരം കൊച്ചു കൊച്ചു കരുതലുകളല്ലേ നമ്മുടെ വലിയ സമ്പാദ്യം. ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ്.